നിയമസഭയിലേക്കാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഗൗരവകരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. സാർ, അതിന് സർക്കാരിന്റെ തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷ മേധാവി ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും മന്ത്രിയും എല്ലാം വ്യക്തമാക്കി ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു അന്വേഷണം വരുമ്പോൾ ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാതെയുള്ള ഈ നാടകം കേവലം സങ്കുചിത രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ളതാണ്. നിയമസഭാ നടപടികൾ തുടർച്ചയായി സ്തംഭിപ്പിക്കുന്നത് ഹൈക്കോടതിയെ പോലും അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറല്ല എന്ന നിലപാടാണ് കാണുന്നത്. ഉന്നത നീതിപീഠത്തിൽ പ്രതിപക്ഷത്തിന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമായി തുടർച്ചയായി തിരിച്ചടികൾ പ്രതിപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് പരമോന്നത നീതിപീഠം സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയ കളിയുമായി ഇങ്ങോട്ട് വരരുത് എന്ന് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് കോടതിയെ ഭയമാണ്, നിയമസഭയെ ഭയമാണ്, ചർച്ചയെ ഭയമാണ്, ജനങ്ങളെ ഭയമാണ്. ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം തങ്ങളുടെ ഭീരുത്വം ആവർത്തിച്ച് ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ആ അംഗത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതഭൂപനും അയ്യോ എന്ന മറ്റൊരു അംഗമുണ്ടല്ലോ. എവിടെയാണ് ചോദ്യോത്തര വേളയിലേക്ക് ഓർഡർ. ചോദ്യം നമ്പർ 211 ശ്രീ എ പി അനിൽകുമാർ, നോട്ട് ഇൻ ദ സീറ്റ്. ചോദ്യം നമ്പർ 212 ശ്രീ കെ എം സച്ചിൻ ദേവ്, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ മന്ത്രി. മിനിസ്റ്റർ. മിനിസ്റ്റർ. നിങ്ങൾ ബഹുമാനപ്പെട്ട പട്ടികജാതി. ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി വഴി 1059 പട്ടികജാതി വിദ്യാർത്ഥികളെയും 80 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ പഠനത്തിന് അയച്ചിട്ടുണ്ട്. ഉന്നത ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതിക്കായി പരിശീലനത്തിന് ശേഷം 404 പട്ടികജാതി വിദ്യാർത്ഥികളെയും 36 പട്ടികവർഗ വിദ്യാർത്ഥികളെയും വിദേശ 1139 പട്ടികവർഗ കുട്ടികളെ ഇന്ന് വിദേശ പഠനത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. സാർ, ഞാൻ ഈ ചോദ്യം ശ്രീ കെ എം സച്ചിൻ ദേവ്. സാർ, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ ഫലപ്രദമായി വിനിയോഗിക്കുന്ന പദ്ധതികളാണ് ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാർ, വിദേശ പഠനം സാധ്യതകളെ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിയാവുന്ന വിധത്തിൽ ഏറ്റവും ആധുനികമായി ഗവൺമെന്റ് രൂപീകരിച്ച വിദ്യാഭ്യാസ പദ്ധതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് സാർ ചോദ്യം. സാർ, ഈ ഗവൺമെന്റ് നമ്മുടെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പദ്ധതിക്കാണ് സാർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. പരമാവധി ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഗവൺമെന്റ് ലക്ഷ്യത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ കുട്ടികളെ വിദേശ പഠനത്തിന് അയക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത് പ്രധാനമായിട്ടുമുള്ളത് സാർ, നമ്മുടെ കുട്ടികൾക്ക് സിവിൽ സർവീസ് മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലന പരിപാടിയും ഏറ്റവും നല്ല രീതിയിൽ ഈ വകുപ്പ് നടത്തി വരുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വിവിധ ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് സാർ. വിവിധ ഈ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും വകുപ്പ് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. ഇത്തരം പദ്ധതികളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളെ ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റും വകുപ്പും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സാർ ഏറ്റവും സാധാരണ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ചോദ്യോത്തര വേളയിൽ സാർ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്ന രീതി ശരിയല്ല സാർ. ഇവിടെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സാധ്യതകൾ തുറന്നിടുന്ന ഗവൺമെന്റാണ് സാർ നമ്മുടേത്. ഗവൺമെന്റിന്റെ ഈ നടപടി പ്രകാരം എത്ര പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ വിദേശ പഠനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സാർ? ഇതാണ് ചോദ്യം സാർ. മിനിസ്റ്റർ. സാർ, ഇവിടെ ഈ കാണുന്ന സാർ, ഇത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മുടെ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ
ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരാണ്. അവരുടെ കാര്യങ്ങൾ പറയുന്നതിനും കേൾക്കുന്നതിനും പരിശോധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് സാർ ഇത്തരം ചോദ്യോത്തരങ്ങൾ നമ്മളെ സഭാവേളകൾ നടത്തുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെ ഈ പ്രതിപക്ഷം ഈ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല സാർ. ഞാനിവിടെ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ വിദേശ പഠനത്തിന് 1039 കുട്ടികളാണ് സാർ നമ്മുടെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിൽ അയച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.